ശ്രീ ലത്തീഫ് പറമ്പിൽ കൂടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ലത്തീഫ് പറമ്പിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, അതേപോലെ തന്നെ MDയുടെ സന്തത സഹചാരി കൂടിയായിരുന്നു. MDയുടെ എല്ലാ സ്വഭാവങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സ്വാഗതം ശ്രീ ലത്തീഫ് പറമ്പിൽ. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാരം കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ ആകുന്നതേ ഉള്ളൂ. MD ഇല്ലാത്ത ഒരു കാലത്തേക്ക് ഇനി നമ്മൾ കടന്നു പോകേണ്ടി വരും. MDയുടെ വിയോഗം വ്യക്തിപരമായി അങ്ങേക്ക് വളരെയധികം സങ്കടങ്ങൾ ആണ് നൽകുന്നത് എന്നറിയാം. MD എന്നുള്ള വ്യക്തിയെ ദൂരെ നിന്ന് കാണുന്നവർ വളരെ ധിക്കാരി, ആരോടും അധികം ചിരിക്കാത്ത വ്യക്തിത്വം തുടങ്ങിയ വിശേഷണങ്ങളാണ് പൊതുവെ നമ്മൾ കാണുന്നത്. MDയുടെ കൂടെ നടന്ന ഒരാളെന്നുള്ള നിലയിൽ MD ഇല്ലാത്ത ഒരു നാളെ മുതൽ MD ഇല്ല, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ MD ഇല്ല, എങ്ങനെ കാണുന്നു ശ്രീ ലത്തീഫ് പറമ്പിൽ? തീർച്ചയായും എന്നെപ്പോലുള്ള ആളുകൾക്ക് MDയുടെ വിയോഗം മലയാളികൾക്ക് മൊത്തം എന്ന് തന്നെ പറയാം. അതൊരു ശൂന്യതയാണ്. നേരത്തെ മോഹൻലാൽ വളരെ പുലർച്ചയ്ക്ക് തന്നെ ആ വീട്ടിലെത്തിയിട്ട് പറഞ്ഞതും മമ്മൂട്ടി പറഞ്ഞതും അതൊക്കെ തന്നെയാണ്, ശൂന്യതയാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ശൂന്യത ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ MD പ്രധാനമായും 4 സ്ഥലങ്ങളിലാണ് MDയുടെ വ്യക്തിത്വം മലയാളി മനസ്സിലാക്കിയത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ സാഹിത്യം, മറ്റൊന്ന് പത്രപ്രവർത്തകൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പത്രാധിപർ എന്നുള്ള ആ വലിയ പത്രാധിപർ എന്ന ആ വലുപ്പം, മറ്റൊന്ന് തുഞ്ചൻ പറമ്പിനെ പോലെ ഒരു സാഹിത്യ സങ്കേതത്തെ വളരെ ഉന്നതങ്ങളിലേക്ക് നയിച്ചൊരു വ്യക്തി. ഇതിനൊക്കെ പുറമെ മലയാള സിനിമയെ അതിൻ്റെ ഭാവുകത്വത്തെ മാറ്റിമറിച്ച ഒരു MD. ഇങ്ങനെ 4 മേഖലകളിൽ ആണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. തീർച്ചയായിട്ടും അത് മലയാള സാഹിത്യത്തിന് മാത്രമല്ല, സാഹിത്യ പത്രപ്രവർത്തനത്തിന്, സിനിമയ്ക്ക് എല്ലാം ഒരു തീരാനഷ്ടം തന്നെയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ തികച്ചും മലയാളി ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.